അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജനുവരി 1-ാം തീയതി ആരംഭിച്ചിട്ടുണ്ടായിരുന്ന കേരള യാത്ര ഇന്നലെ തിരുവനന്തപുരത്ത് അവസാനിച്ചപ്പോൾ നമ്മൾ എന്ത് നേടി, മുസ്ലിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി, നമ്മുടെ സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി, മലയാളികൾക്ക് ജനറലി എന്ത് നേട്ടമുണ്ടായി, നമ്മുടെ നാടിന് എന്ത് നേട്ടമുണ്ടായി, അതേപോലെ തന്നെ എന്തെല്ലാം കോട്ടങ്ങളുണ്ടായി എന്നൊരു വിശകലനം നടത്താനാണ് എൻ്റെ സംസാരം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സമസ്തയെ സംബന്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമസ്തയിലെ സഹോദരന്മാർ വന്ന് മറുപടി പറയുമ്പോൾ അവർ സമസ്തയ്ക്കെതിരെ പറയുന്നവരൊക്കെ മുജാഹിദോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ തബ്ലീഗോ ആയിരിക്കും എന്ന ഒരു മുൻവിധിയോട് കൂടിയിട്ടായിരിക്കും അവർ സാധാരണ മറുപടി പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സമസ്ത സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ജമാഅത്തോ മുജാഹിദോ തബ്ലീഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെ വക്താവല്ല. ഞാൻ സംഘടനകൾക്ക് അതീതനാണ്. ഞാൻ ജീവിക്കുന്നത് 6-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ത് മതം കൊണ്ട് നടന്നിരുന്നുവോ ആ മതം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സംഘടനകളില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എന്തിന് സംസാരിക്കുന്നു എന്നാണ് ചോദ്യം. ആ ചോദ്യം എന്തെന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വമാ ഖലഖതനൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും നമ്മൾ ഇബാദത്തിലാണ്. എങ്ങനെയെന്നാൽ നമുക്ക് നെയ്യത്ത് ഉണ്ടാവണം. ഇന്നമൽ അഅ്മാലു ബിൽ നെയ്യാത്ത്. നമ്മൾ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാർ എടുക്കുന്നു, ഷാർട്ട് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, പണമുണ്ടാക്കുന്നു, തിരിച്ചു വന്ന് എൻ്റെ കുട്ടികൾക്കും വീട്ടുകാർക്കും വേണ്ടി ചെലവ് ചെയ്യുന്നു, അവരെയും കൊണ്ട് കറങ്ങാൻ പോകുന്നു. അപ്പോൾ 24 hours 24 മണിക്കൂറും നമ്മൾ ബിസിയാണ്. ഈ 24 മണിക്കൂറും നമ്മൾ ശരിക്കും ഇബാദത്തിൽ തന്നെയാണ്. അപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ 24 മണിക്കൂറും ഇബാദത്തിലാണ്. ഇനി അടുത്ത ആജ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്നത്, യഅ്മുറൂന ബിൽ മഅറൂഫ് വ യൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. അത് നമ്മളോട്, എല്ലാ മുസ്ലിങ്ങളോടും അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്. ആ കൽപ്പന നമ്മൾ ചെയ്യാതെ ഒരു ദിവസം പോലും ഉറങ്ങരുത്. ആരോടെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ദീനിനെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു തിന്മ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ തിന്മയെ നമ്മൾ കൈകൊണ്ട് എതിർക്കണം. അത് ഭരണാധികാരികൾക്കുള്ളതാണ് കൈകൊണ്ട് എതിർക്കൽ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന നാവ് കൊണ്ട് അതിനെ എതിർക്കുക. അതിന് നിങ്ങൾക്ക് കഴിവില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് അതിനെ വെറുക്കുക, അതുമായിട്ട് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് കമാൻഡ്. അപ്പോൾ ഇവിടെ ഈ യാത്രയിൽ സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങളെ അതിനെ അളക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു അളവുകോല് എന്തെന്നാൽ, സൂറ അൽ ബഖറയിലെ 65-ാമത്തെയും 66-ാമത്തെയും ആയത്താണ്. ഈ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ശബ്ബത്ത് ദിനത്തിൽ അതിക്രമം പ്രവർത്തിച്ചവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? ഞാൻ അവരോട് പറയുകയുണ്ടായി, കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളായിക്കൊള്ളുക. അങ്ങനെ ഇസ്രായേലി ജനതയിൽ ഒരുപാട് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യന്മാരായ കുരങ്ങുകളാക്കി മാറ്റി. എന്നിട്ട് 66-ാമത്തെ അടുത്ത ആയത്തിൽ പറയുന്നത്, എൻ്റെ ഈ ശിക്ഷയെ അക്കാലത്തെ ജനങ്ങൾക്കും പിൽക്കാലത്ത് വരാനിരിക്കുന്ന ജനങ്ങൾക്കും ഒരു ഗുണപാഠമാക്കി. അപ്പോൾ ഇന്നും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ വിഷയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, എന്തിനാണ് അള്ളാഹ് ഇവരെ കുരങ്ങന്മാരാക്കിയത്? അത് ഇസ്രായേലി ജനതയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, ശനിയാഴ്ച നിങ്ങൾ ജോലി എടുക്കരുത്. അവരധികം പേരും മീൻപിടുത്തക്കാരായിരുന്നു, മുക്കുവന്മാരായിരുന്നു. അവരോട് എല്ലാവരോടും കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കമാൻഡാണ്. അതായത്, നിങ്ങൾ ശനിയാഴ്ച ജോലി എടുക്കരുത്, നിങ്ങൾ നേരെ ആരാധനയിൽ മാത്രം മുഴുകിക്കഴിയണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവർ നേരം വെളുക്കുമ്പോൾ അവരുടെ പള്ളിയിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് സമുദ്രത്തിലും കായലിലുമൊക്കെ മീനുകൾ ഇങ്ങനെ മുകളിൽ വന്ന് ഇങ്ങനെ പിടയുകയാണ്. ചാകര എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ ഇവർക്ക് അതിനെ പിടിക്കാതിരിക്കാൻ മനസ്സനുവദിക്കുമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്ത്, സമുദ്രത്തിൻ്റെയും കായലിൻ്റെയും അരികിൽ വലിയ വലിയ കുളങ്ങൾ ഉണ്ടാക്കിയിട്ട് 5-6 പേര് വെള്ളത്തിലിറങ്ങിയിട്ട് മീനുകളെല്ലാം ഇങ്ങനെ ആട്ടിക്കൊണ്ടുവന്ന് കുളത്തിലേക്ക് ഇറക്കും.
എന്നിട്ട് കുളത്തിന്റെ കരയിൽ മണ്ണിട്ടിട്ട് മൂടും. ഈ മീനുകൾക്ക് തിരിച്ച് സമുദ്രത്തിലേക്കോ കായലിലേക്കോ പോകാൻ കഴിയില്ല. ഞായറാഴ്ച അവർ വന്ന് ഇതിനെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ പിടിക്കുന്ന ഈ പരിപാടി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ 3 തരത്തിലുള്ള ജനങ്ങളുണ്ടായി, 3 സമൂഹങ്ങളുണ്ടായി. ഒരു സമൂഹം ഈ മീൻ പിടിച്ചവർ. രണ്ടാമത്തെ സമൂഹം പറഞ്ഞത് ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ഹറാമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അത് നിരോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ കുളത്തിൽ കയറ്റി അതിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് പിടിക്കുന്നതിന് തുല്യമല്ലേ. ഞായറാഴ്ച നിങ്ങൾ കൈകൊണ്ട് പിടിക്കുന്നു എന്ന് മാത്രം, പക്ഷെ പ്രാക്ടിക്കലി ശനിയാഴ്ച നിങ്ങൾ പിടിച്ചു കഴിഞ്ഞിരിക്കും, അതിനെ തെറ്റാണ്, ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ, ഈ മൂന്നാമത്തെ കൂട്ടരെയാണ് നമ്മളെ സമൂഹത്തിലും അധികം കാണുക. അവരെന്താ പറഞ്ഞെന്നറിയാം? അവരെ പടച്ചോനായി. അത് നമ്മൾ എന്തിനാ അവരോട് പറയണം എന്ന് ചിന്തിച്ചിട്ടുള്ള മൂന്നാമത്തെ കൂട്ടർ, മിണ്ടാതിരുന്നവർ. അങ്ങനെ 3 കൂട്ടരുണ്ടായി. ശിക്ഷ വന്നപ്പോൾ കൂനൂ ഖിറദത്തൻ ഖാസിഇൻ, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരാവുക എന്ന് പറഞ്ഞ് അള്ളാഹ് കുരങ്ങന്മാരാക്കിയപ്പോൾ 2 കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങന്മാരാക്കി. അതാരൊക്കെയാണ്? ഒന്നാമത് പിടിച്ചവരെ, അത് നമുക്കറിയാം, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. രണ്ടാമത്തേത് അവരെ പടച്ചോനായി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നവർ, അവരെയും കുരങ്ങന്മാരാക്കി. ഇത് പാടില്ല, ഹറാമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞവരെ അള്ളാഹ് ഒന്നും ചെയ്യേണ്ടതില്ല, അവർ ശിക്ഷയില്ല. അപ്പോൾ ഈ ശിക്ഷ അന്ന് കൊടുത്തത് എന്തിനാണ്? പിൽക്കാലത്ത് വരാനിരിക്കുന്നവർക്കും ഒരു ഗുണപാഠം ഇതിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെയുള്ള ഗുണപാഠം? ഇവിടെ ശബ്ദത്തിന്റെ വിഷയത്തിൽ നമ്മൾ 3 കൂട്ടരെ കാണുകയുണ്ടായി. ഒന്ന് അതിക്രമം പ്രവർത്തിച്ചവർ, രണ്ടാമത് അതിക്രമം പ്രവർത്തിക്കല്ലേ എന്ന് അതിനെ വാൺ ചെയ്തവർ, മൂന്നാമതായിട്ട് അള്ളാഹ് അവരെ പടച്ചോനായി എന്ന് നിസ്സംഗത ന്യൂട്രലായിട്ടുണ്ടായിരുന്ന ആൾക്കാർ. ഈ കേരള യാത്രയിലും ഇതുപോലെ 3 ടീമിനെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഇത്തരത്തിൽ തെറ്റുകൾ പ്രവർത്തിച്ചിട്ടുള്ളവർ, രണ്ടാമത്തേത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർ, മൂന്നാമത്തേത് അവരെ പടച്ചോനായി എന്ന് പറയുന്ന രീതിയിലുള്ള 3 പേർ. അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ, ഇവർ പ്രവർത്തിച്ചിട്ടുള്ള തെറ്റുകൾക്ക് ശിക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ പടച്ചോനായി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നവർക്കും അതിക്രമം പ്രവർത്തിച്ചവർക്കും 2 പേർക്കും ശിക്ഷയുണ്ടാകും എന്നാണ് നമുക്ക് അൽ ബഖറ സൂറത്തിൽ 65ഉം 66ഉം ആയത്ത് നൽകുന്ന സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് ഈ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത് ആരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു വിഷയം നടക്കുന്ന സമയത്ത് അതിൻ്റെ വരും വരായികളെ കുറിച്ചിട്ട് നമ്മളോട് കൃത്യമായി അന്വേഷിച്ചറിയാൻ വേണ്ടിയുള്ള കൽപ്പന നമുക്കുണ്ട്, എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയണം. അല്ലാതെ ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരാതിരിക്കാൻ വേണ്ടിയും. അപ്പോൾ ഇത് ഒരു വിഷയം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ വളരെ കൃത്യമായി അന്വേഷിച്ചറിയണം. അങ്ങനെ നമ്മൾ അന്വേഷിച്ചറിയുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഒന്നാമത് ഇവിടെ കാണുന്നത് ചില ഷോ ഓഫുകളാണ്. അതിനെ റിയാ എന്ന് പറയും. റിയാ ചെറിയ ശിർക്കെന്നും പറയപ്പെടും അതിന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഷോ ഓഫിന്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്പോട്ടിൽ എത്തുന്ന സമയത്ത് അവിടെയുള്ള 200 കുട്ടികളെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമസ്തക്കാർ അവരെ വിളിച്ചിട്ട്, ആ മദ്രസ അധികാരികളെ വിളിച്ച് അവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കി വെച്ചു. എന്നാൽ ആ സ്പോട്ടിൽ ഈ യാത്ര എത്തിക്കഴിഞ്ഞപ്പോൾ ഈ 200 കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമസ്തയുടെ അധികാരികൾ ആ മദ്രസ അധികാരിക്ക് വിളിച്ചു ചോദിക്കുകയാണ് ഫോണിൽ, എന്തേ അവർ വരാഞ്ഞെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അത് ഞാൻ അയക്കേണ്ടെന്ന് വിചാരിച്ചു, അയച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സംസാരം ഞാനിവിടെ കേൾപ്പിക്കാം നിങ്ങളെ. തിരുവനന്തപുരത്ത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികളും ബന്ധപ്പെട്ടവരും സന്ദേശയാത്രയുമായി സഹകരിക്കുന്നത് കാണാതെ വന്നപ്പോൾ ആ ഭാഗത്തുള്ള സമസ്തയുടെ സുന്നി പ്രവർത്തകർ അവർക്ക് വലിയ വേദനയുണ്ടാക്കുകയും അവർ ഈ സ്ഥാപനത്തിലേക്ക് വിളിച്ച് കാര്യം അന്വേഷിക്കുകയും ചെയ്തു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കണേ. പിന്നെ ദാറുൽഹുദന്റെ ഓഫ് ക്യാമ്പസിലെ ഉസ്താദല്ലേ? എന്തോ ഒരു വിവാദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടി വിളിച്ചാ, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടേ. എന്താ ഒന്നിപ്പോ തങ്ങൾ ഉസ്താദിന്റെ യാത്ര ഉണ്ടാവുന്നല്ലോ അവിടെ തിരുവനന്തപുരത്ത്. അപ്പൊ അവർക്ക് ക്യാമ്പസിൽ നിന്ന് കുട്ടികളെ പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം 200 പേരെ വിടാന്ന് പറഞ്ഞു. ഇത്ര എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട്.
എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്താ അങ്ങനെ പോലെ കുട്ടികളെ പോയിട്ടില്ല, കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മളെ മാനേജ്മെന്റ് ഒക്കെ പങ്കെടുക്കേണ്ട തീരുമാനിച്ചു. നമ്മൾ പോയതില്ല. ദാറുൽ ഇവിടുന്ന യൂണിവേഴ്സിറ്റിയോ? അതെ. കേട്ടല്ലോ. അപ്പൊ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ഇവിടെ 200 മദ്രസ കുട്ടികളെ ബുക്ക് ചെയ്തുകൊണ്ട് ഒരു ജനബാഹുല്യം കാണിച്ച് ഒരു ഷോ ഓഫ്, അതിനൊരു റിയാഗ് കാണിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതിന് ഇത് അപലപനീയമാണ്, അനിസ്ലാമികമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഒരു ശിക്ഷയുണ്ട് എന്ന കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ആ ഒരു ശിക്ഷയുണ്ടെങ്കിൽ ഇവരുമായി ചേർന്ന് നിൽക്കുന്നവർക്ക്, ഇവരുടെ കൂടെ ഒപ്പം നടക്കുന്നവർക്ക്, ഇവരുടെ പ്രവൃത്തികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ആ ശിക്ഷയുണ്ടാകും. അത് നിങ്ങൾക്ക് സൂറ 4-ാമത്തെ സൂറത്തിലെ 140-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നതും നിഷേധിക്കുന്നതുമായി നീ കണ്ടാൽ അവരുമായി നീ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുന്ന പക്ഷം നീയും അവരെ പോലെ. ഇവിടെ നീയും അവരെ പോലെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണോ ശിക്ഷയുള്ളത് അത് നമുക്കും ലഭിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സമസ്തക്കാരെ, നിങ്ങൾ ഈ റിയാ കാണിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണം. അടുത്ത 2-ാമത്തെ ഇവരുടെ റിയാ എന്തെന്നാൽ, നിങ്ങൾ കണ്ടു കുറേ കുട്ടികൾ, ഇവരുടെ കയ്യിലെല്ലാം ഒരു കൊടിയുണ്ട്. ആ കൊടിക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ വടിയിൽ ഫ്ലാഗ്, കൊടി തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നത്, ആ കൊടിക്കുള്ള തയ്യൽ കൂലി, ആ കൊടിയുടെ തുണിയുടെ വില, ഇതെല്ലാം കൂടിയിട്ട് കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയധികം ആളുകളുണ്ട്, ഒരു ഷോ ഓഫ് ഉണ്ട്, ഒരു സെലിബ്രേഷൻ നടത്തുകയാണ് കാണിക്കുന്നത്. ഇനി 3-ാമത്തെ വിഷയം, ഈ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അത് ഫർദർ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മറ്റുള്ള യാത്രക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് എതിരാണ്. ഹദീസുകൾക്ക് ഒരുപാട് ഹദീസുണ്ട് ഈ വിഷയത്തിൽ, മുത്തവാത്തറായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ. അതിൽ പറയുന്നത് വഴിയിൽ നിന്ന് തടസ്സം മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത്. വഴിയിലേക്ക് ഇറങ്ങി വരുന്ന മരത്തിന്റെ കൊമ്പ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരം വെച്ചുപിടിപ്പിക്കാനും അതിനെ പരിചരിക്കാനും പഠിപ്പിച്ചിട്ടുള്ള അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഴിയിലേക്ക് ചാഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ കൊമ്പ് മുറിക്കാനാണ് പറയുന്നത്. നിങ്ങൾ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ജാഥ കൊണ്ട് വഴിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും അനിസ്ലാമികമാണ്. ഇതിനെയും അള്ളാഹുവിന്റെ ദിനത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഇനി ഇവരുടെ ജാഥയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? മനുഷ്യർക്കൊപ്പം. എന്നാൽ ശരിക്കും എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടിയിരുന്നത്? അസഹിഷ്ണുതയ്ക്ക് ഒപ്പമാണ് എന്ന ടൈറ്റിലാണ് കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഈ പ്രോഗ്രാമിൻ്റെമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരോട് ഉസ്താദ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ, മഴയ്ക്ക് വേണ്ടിയിട്ട് അമുസ്ലിങ്ങൾ വന്ന് തേടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവർക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. എന്നാൽ അത് തന്നെ പുത്തംവാദികളോ വിദഅത്തുകാരോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയ്ക്ക് തേടിക്കൊടുക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. ബഹുവന്യരായ പേരോട് ഉസ്താദ് കേരള യാത്രയിലെ കണ്ണൂരിലെ ഒരു സ്വീകരണ വേദിയിൽ വെച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗം, നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു, മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദേ, നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ മുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും ശബ്റാബിയും നോക്കുന്നവർക്ക് കാണാം. എന്നാൽ അവിടെ ഒരു കാര്യം അവർ ഉണർത്തി, ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ? സുബ്ഹാനല്ലാഹ്, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ്. സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ? അവർ പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർ ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ധരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം. നിഹായിയും ശബ്റാബിയും നോക്കിക്കോളും. കേട്ടല്ലോ. അതായത് ഒരു അമുസ്ലിം വന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടാൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. എന്നാൽ അത് തന്നെ പുത്തൻവാദികളും ബിദ്അത്തികളും, ഈ പുത്തൻവാദികളും ബിദ്അത്തികളും എന്ന് പറയുന്നത് ആരെയാണ്? അതായത് അള്ളാഹുവിൽ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന മുജാഹിദീങ്ങളെയാണ് ഇവർ പുത്തൻവാദികളും ബിദ്അത്തികളും എന്ന് പറയുന്നത്. അവർ വന്നിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല. അവർ വരൾച്ച അനുഭവിച്ച് മരിച്ച് മണ്ണടിഞ്ഞു പോട്ടെ, എന്നാലും ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള അസഹിഷ്ണുത നമുക്കിവിടെ കാണാൻ കഴിയും.
ഇതിനേക്കാളൊക്കെ രസകരമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആശയത്തെ ഒന്നും കൂടി വിശദമായി വിപുലമായി ഒരു മൗലവി പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. വിദേഹത്തിനോട് നല്ല അർപ്പമാണ്. കാരണം ഈമാൻ കവർന്നെടുക്കുന്ന സാധനമാണത്. മൻ ദാഹന മുബ്തദിയൻ സലബല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ. ഒരു മുബ്തദീനോട് മുഖമ്മിനിക്ക് പെരുമാറിയാൽ അല്ലാഹു തആല അവനിക്ക് നഷ്ടപ്പെടുത്തുന്നത് ഈമാന്റെ പ്രഭയാണ്. ഒരു മുബ്തദിയിലേക്ക് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ, മനസ്സറിഞ്ഞ് അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ ഈമാനിന്റെ പ്രഭ കെടുത്തിക്കളയും. അവരെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പാടില്ല, അത് നമ്മളെ ഈമാനെ ബാധിക്കും. അവരുമായി മുഖം മിനിക്ക് പെരുമാറാൻ പാടില്ല, അവരെ കൂടെ ഇരിക്കാൻ പാടില്ല. നമ്മളുടെ മുഖം മിനുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടും പ്രസന്ന ഭാവത്തോടും കൂടിയിട്ട് നമ്മൾ വിദ്യാർത്ഥികളെയും പുത്തൻവാദികളെയും നോക്കാൻ പോലും പാടില്ല. പിന്നെ അവരുമായിട്ട് വിവാഹബന്ധം പാടില്ല, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മറുപടി പറയാൻ പാടില്ല. ഇതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ അപകടകരമായത് എന്തെന്നാൽ അവർക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ കഴുകണം. കണ്ടോ, വിദ്യാർത്ഥിനോട് നല്ലോണം അറപ്പുമാണ്. വിദ്യാർത്ഥി തന്നെ ഇദ്ദേഹത്തെ കൈ പിടിച്ചാൽ കൈ കേൾക്കണം, ഇദ്ദേഹത്തെ കൈ പിടിച്ചാൽ കൈ കേൾക്കണം, ഇദ്ദേഹത്തെ കൈ പിടിച്ചാൽ കൈ കേൾക്കണം. അത്രയും വിഷമാണ്. വിഷം തൊട്ടാൽ നമ്മൾ തിന്നണേ കൈ കണ്ടേ എന്ന് പറഞ്ഞാൽ ഇവരെ തൊട്ടാൽ കൈ, അത് ഒരിക്കലും പാടില്ല. നമ്മളെ ഈമാന് വിഷം തൊട്ടാൽ മരിച്ചുള്ളൂ, ഇത് ചാവും. ഇത് വിദ്യാർത്ഥിനെ തൊട്ടാൽ ആ വിഷം കൊണ്ട് ചത്തുപോകും, മരിക്കല്ല. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥിനോട് നല്ല വെറുപ്പ് വേണം, വിദ്യാർത്ഥിനോട് നല്ല വെറുപ്പ് വേണം, വിദ്യാർത്ഥിനോട് നല്ല വെറുപ്പ് വേണം. കേട്ടല്ലോ എന്താണ് ഈ മൗലവി പറയുന്നത്? അവർക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ കഴുകണം. കണ്ടോ, നമ്മുടെ നാട്ടിൽ പുരാതന കാലത്തുണ്ടായിരുന്ന ഐത്തവും തീണ്ടിക്കൂടായ്മയും ഇന്നും വെച്ചു പുലർത്തുന്നവരാണ് സമസ്തക്കാർ എന്ന് സമൂഹമേ നിങ്ങൾ വിലയിരുത്തുക, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെന്നാൽ, പുത്തൻവാദികളും പിന്നെ വിദ്യാർത്ഥികളും അവർക്ക് കൈ കൊടുത്താൽ കൈ കഴുകണമെങ്കിൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ 2 പ്രാവശ്യം കഴുകണ്ടേ? ഇത് കൈ 2 പ്രാവശ്യം കഴുകണം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുതയാണ്. എങ്കിലും അവർ അതിനെ ഒളിച്ചു വെച്ചുകൊണ്ട് അതിനെ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അപ്പം നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ മദ്രസകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടികളുടെ ബ്രെയിൻ വാഷ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, മദ്രസ എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയാണോ കുറ്റക്കാരൻ, അതോ ഇത്തരം സിലബസ് ആണോ കുറ്റക്കാരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ സമസ്ത എന്ന് പറയുന്നത് സങ്കുചിത മനസ്ഥിതിക്കാരാണ്. അവർ പലതും ഒളിച്ചു കടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ മേൽ പറഞ്ഞിട്ടുള്ള പുത്തൻവാദികളും അല്ലെങ്കിൽ വിദാർത്ഥികളും അവരെ മദ്രസയിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കൂ. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് അവരെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. തന്നെയുമല്ല അവരെ മദ്രസയിൽ കുട്ടികളോട് പറയുന്നത്, ഒരു മുസൽമാന്റെ ഡ്യൂട്ടിയാണ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള 40 വീടുകൾ ഓരോ മുസ്ലിമിന്റെയും അവർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹ് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. നിങ്ങൾ അവരെ പരിചരിക്കുക, ശുശ്രൂഷിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പോയി അന്വേഷിക്കുക. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള പുത്തൻവാദികളുടെയും വിദ്യാർത്ഥികളുടെയും മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് അമുസ്ലിം സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഈ സമസ്ത എന്ന് പറയുന്ന ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാറങ്ങൾ ഉണ്ടാക്കി പണം പിടുങ്ങുക എന്നല്ലാതെ ഒരു പരിപാടിയുമില്ല. കോടികളാണ് അവരുണ്ടാക്കുന്നത്. കേട്ടു നോക്ക്. ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമാവാത്ത ഏറ്റവും വലിയ സംഖ്യയായി 45,77,00,000 അപ്പുറം പറയാൻ കഴിയില്ല. പെട്രോൾ പമ്പിലും നീങ്ങുന്നത് പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ ഒരാളുമില്ലാതെ പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തിന് പ്രഖ്യാപിച്ചപ്പോഴേക്ക് സമൂഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരും സാധാരണക്കാരൻ കാണുന്നുണ്ട് 500 രൂപ, 100 രൂപ, 200 രൂപ എന്താണോ സാധിക്കുന്നത് ആ സാധിക്കുന്ന ചെയ്തുകൊണ്ടാണ് ഈ 45 കോടി 78 ലക്ഷം 45 കോടി 78 ലക്ഷം ഇപ്പോഴായിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കേട്ടല്ലോ, കോടികളാണ് ഇവരുണ്ടാക്കുന്നത്. ഈ കോടികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് പറയുന്നത്? കണക്കിൽപ്പെടാത്ത കാശിനെ കണക്കിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള വിളംബരമാണ് ഇത്രയും കോടികൾ ഞങ്ങൾ നടന്നുണ്ടാക്കി എന്ന് പറയുന്നതും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും.
അപ്പോൾ സഹോദരങ്ങളെ, എൻ്റെ സംസാരം ഉപസംഹരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഈ വിഷയങ്ങൾ യഅ്മറൂന ബിൽ മഅറൂഫ് യൻഹൗന അനിൽ മുൻകർ എന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അതേപോലെ തന്നെ തിരുത്തേണ്ടവർക്ക് തിരുത്താം. ഇവരോടുമായി ഇനിയും കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ആ ശിക്ഷയുണ്ടാകും എന്ന് 4-ാമത്തെ സൂറത്തിലെ 140-ാമത്തെ ആയത്തെടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അതിന് തഫ്സീറും വായിച്ചു നോക്കുക. അപ്പോൾ അനാവശ്യമായിട്ട് വല്ലവരും ചെയ്യുന്ന കുറ്റങ്ങൾ നിങ്ങളുടെ തലയിലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമസ്തയുടെ മുതഅല്ലിമീങ്ങൾ, അവരുടെ വിദ്യാർത്ഥികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഒരു ഉപദേശം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.